സംസ്ഥാനത്ത് UDF അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തല. CPIM പുറത്തുവിടുന്ന കണക്കുകൾ പ്രവർത്തകരെ ആശ്വസിപ്പിക്കാനാണ്. മുഖ്യമന്ത്രി ആരാവണം എന്നതിൽ തർക്കമില്ലെന്നും ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. UDF വൻ ഭൂരിപക്ഷത്തോളം അധികാരത്തിൽ വരും. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. CPMന്റെ കണക്കുകളൊക്കെ കെട്ടിപ്പൊക്കിയ കണക്കുകളാണ്. അത് പ്രവർത്തകരുടെ ആത്മവിശ്വാസം നിലനിർത്താൻ വേണ്ടി പോകുന്ന മാഷ് പറഞ്ഞായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. കാരണം കേരളത്തിലെ ജനങ്ങൾ ഈ 10 വർഷത്തെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ മാറ്റം സ്വാഭാവികമായും കേരള ജനത ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ പ്രതിഫലനം ഇവിടെയുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഞാൻ രാഹുൽ ഗാന്ധിക്കാണ് കൊടുക്കുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ നിയന്ത്രണവും ഒക്കെ ഈ കാര്യത്തിലുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി അദ്ദേഹവും കോൺഗ്രസ് പ്രസിഡന്റും കൂടി യോജിപ്പിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നുള്ള കർശന നിർദ്ദേശം നൽകി ഓരോ ഘട്ടത്തിലും അദ്ദേഹം പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുമായിരുന്നു. അപ്പം മൊത്തത്തിൽ കോൺഗ്രസിൻ്റെ ഐക്യവും യോജിപ്പും എല്ലാം UDFലും ഒരു കെട്ടുറപ്പ് ഉണ്ടായതുകൊണ്ട് നല്ല വിജയം നേടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഭരണവിരുദ്ധ വികാരം ശക്തമായി തന്നെ താഴെ തലങ്ങളിൽ പ്രകടമായിരുന്നു. ഞാൻ തന്നെ മിക്കവാറും എല്ലാ ജില്ലകളിലും പോവുകയും പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ അത് ജനങ്ങളുടെ പൾസ് UDFന് അനുകൂലമായിരുന്നു. അത് എല്ലായിടത്തും ദൃശ്യമായിരുന്നു. പക്ഷെ ഒരു വലിയ തരംഗം UDFന് അനുകൂലമായിട്ടുണ്ട്. 100 സീറ്റ് കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്.